ഒരു ഡീറ്റെയിൽഡ് ഡ്രാഫ്റ്റഡ് എഗ്രിമെന്റ് ഒന്നും പുറത്ത് വന്നിട്ടില്ല, ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടില്ല. ചർച്ച നടത്തിയിട്ടുണ്ട്, ഇന്ന പോയിന്റുകളൊക്കെ സംസാരിച്ചു എന്ന് പറഞ്ഞ ഒരു മെനുട്സ് മാത്രം തയ്യാറാക്കിയിട്ട് രണ്ട് നേതാക്കളും സൈൻ ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമാണ് മെനുട്സ്, അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു തരത്തിലുള്ള റിപ്പോർട്ടോ ഒരു തരത്തിലുള്ള എഗ്രിമെന്റുകളും സൈൻ ചെയ്തിട്ടില്ല. ഈ വാർത്താ മാധ്യമങ്ങൾ പറയുന്നത് പോലെ ചൈനയും അമേരിക്കയും തമ്മിൽ ധാരണയായി കരാർ ഒപ്പിട്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കരാറും ഒപ്പിട്ടിട്ടില്ല. ചൈന ഏത് നേരത്തെ വേണമെങ്കിലും റെയർ എർത്ത് എലമെന്റ്സ് നിർത്തും. അത് അമേരിക്കയുടെ ബിഹേവിയർ അനുസരിച്ചിരിക്കുന്നു. അമേരിക്കയുടെ ബിഹേവിയർ നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ ചൈന തുടർന്ന് റെയർ എർത്ത് എലമെന്റ്സ് കയറ്റി അയക്കും. പക്ഷേ അമേരിക്കയുടെ നെക്ക് പോയിന്റ് റെയർ എർത്ത് എലമെന്റ്സ് ആണെന്നുള്ളത് ചൈന വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. അത് ഡൊണാൾഡ് ട്രംപ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന്റെ അതർ സൈഡ് എന്ന് പറഞ്ഞാൽ പലരും വിചാരിക്കുന്നത് അമേരിക്കയും ചൈനയും ഒരുമിച്ച് കഴിഞ്ഞു, അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് അത് ദോഷം ചെയ്യും. അങ്ങനെ പരിപാടിയൊന്നുമില്ല. അമേരിക്കയും ചൈനയും ഇപ്പോഴാണ് റീസെന്റ് ആയിട്ടാണ് ഈ വഴക്കുകളൊക്കെ തുടങ്ങിയത്. അതിന് മുമ്പ് തന്നെ അവർ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വിഷയത്തിൽ നമുക്ക് ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളില്ല. ഇതിൽ ആക്ച്വലി പ്രശ്നത്തിലായ 2-3 ആൾക്കാരുണ്ട്. അതിലൊന്ന് ജപ്പാൻ, രണ്ടാമത് തായ്വാൻ, 3 ഫിലിപ്പൈൻസ്, ഇനി 4ാമത് യൂറോപ്യൻ രാജ്യങ്ങൾ. ഇതിൽ പ്രധാനമായിട്ട് 2 വിഷയങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് തായ്വാന്റെ വിഷയം എന്ന് പറഞ്ഞാൽ തായ്വാന്റെ ചിപ്പ് എല്ലാം തന്നെ ചൈന ഇപ്പോൾ വാങ്ങിക്കുന്നില്ല. കാരണം തായ്വാൻ അമേരിക്കൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അമേരിക്കയുടെ സാങ്ഷൻസ് ഫോളോ ചെയ്തുകൊണ്ട് ചൈനയ്ക്കുള്ളിൽ ഒരുപാട് സാധനങ്ങൾ കയറ്റി അയക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്ന രാജ്യമാണ് തായ്വാൻ. തായ്വാന്റെ അടുത്ത് നിന്നും ചൈന ചിപ്പ് ഇറക്കുമതി നിർത്തിയതോടുകൂടി എൻവിഡിയ പോലത്തെ പല കമ്പനികളുടെയും ചിപ്പ് ചൈന നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചൈന ഇങ്ങനെ ഒരു നടപടിക്രമം സ്വീകരിച്ചതോടുകൂടി ഏറ്റവും കൂടുതൽ വരുമാനം കുറഞ്ഞത് തായ്വാനാണ്.